يستخفون من الناس ولا يستخفون من الله وهو معهم إذ يبيتون ما لا يرضى من القول وكان الله بما يعملون محيطا ها أنتم هؤلاء جادلتم عنهم في الحياة الدنيا فمن يجادل الله عنهم يوم القيامة أم من يكون عليهم وكيلا يستخفون അവർ ലജ്ജ പുലർത്തുന്നു മിനന്നാസ് ജനങ്ങളോട് ലജ്ജ പുലർത്തുന്നു വലാ യസ്തഖ്ഫൂന അവർ ലജ്ജ പുലർത്തുന്നില്ല മിനല്ലാഹ് അല്ലാഹുവിനോട് ലജ്ജ പുലർത്തുന്നില്ല വഹുവ മഅഹും അല്ലാഹു അവരോടൊപ്പമുണ്ട് ഇദ് യുബയ്യിതൂൻ അവർ രഹസ്യം പറഞ്ഞ സന്ദർഭം മാ ലാ യർദാ മിനൽ ഖൗൽ പടച്ചവൻ തൃപ്തിപ്പെടാത്ത വാചകം രഹസ്യം പറഞ്ഞ സന്ദർഭം വകാന അല്ലാഹു ബിമാ യഅമലൂന മുഹീതാ അല്ലാഹു അവർ പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളും പരിപൂർണമായി അറിയുന്നവനാണ് ഹാ അൻതും നിങ്ങൾ ഹൗലാഇ നിങ്ങൾ തന്നെ ജാദൽതും അൻഹും നിങ്ങൾ അവരെ തൊട്ടും തർക്കം നടത്തുന്നു ഫിൽ ഹയാത്തി ദുനിയാ ഭൗതിക ജീവിതത്തിൽ ഫമൻ യുജാദിലുല്ലാഹ അൻഹും ആരാണ് അല്ലാഹുവിനോട് അവരെ കുറിച്ച് തർക്കം നടത്തുന്നത് യൗമൽ ഖിയാമ ഖിയാമത്ത് നാളിൽ അമ്മൻ യകൂനു അലൈഹിം വകീല അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതായിട്ട് ആരാണുള്ളത് ഒരു മുസ്ലിം നാമധാരി മോഷണം നടത്തി ശേഷം ആ മോഷണം തെളിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ രക്ഷിക്കാൻ അദ്ദേഹത്തിന്റെ കുടുംബക്കാര് കൂടിയാലോചന നടത്തി. അത് രാത്രി സമയത്താണ് കൂടിയാലോചന നടത്തിയത്. അല്ലാഹു തആല അതിനെപ്പറ്റി പറയുന്നു. ഇത്തരം കൂടിയാലോചനകൾ രാത്രി സമയത്താണ് നടത്തുന്നത്. യസ്തഖ്ഫൂന മിനന്നാസ് അവർ ജനങ്ങളോട് ലജ്ജ കാണിക്കുന്നു. ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി കൂടിയിരുന്ന് ആലോചിക്കുന്നത് ജനങ്ങൾ കണ്ടാൽ നാണക്കേടാണല്ലോ എന്ന് പറഞ്ഞ് അവർ ജനങ്ങളോട് ലജ്ജ കാണിക്കുന്നു. വലാ യസ്തഖ്ഫൂന മിനല്ലാഹി വഹുവ മഅഹും എന്നാൽ അവരോടൊപ്പമുള്ള അവരുടെ ഓരോ കാര്യങ്ങളും അറിയുന്ന, കാണുന്ന, കേൾക്കുന്ന പടച്ചവനോട് അവർ ലജ്ജ കാണിക്കുന്നില്ല. ജനങ്ങൾ കാണാതിരിക്കാൻ അവർ പരിശ്രമിക്കുന്നു. എന്നാൽ അല്ലാഹു കാണരുത് എന്ന ചിന്ത അവർക്കില്ല. തിരിച്ചു പറഞ്ഞാൽ ജനങ്ങൾ നിങ്ങൾ എല്ലാവരും എന്റെ ഈ വേഷമെല്ലാം കണ്ട് എന്റെ ന്യൂനതയൊന്നും കാണാൻ പാടില്ല എന്നെനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അല്ലാഹു എന്റെ ന്യൂനത അറിയരുത് എന്നെനിക്ക് ചിന്തയില്ല. يستخفون من الناس ولا يستخفون
ولا يستخفون من الله وهو معهم. ജനങ്ങളെന്ന് പറഞ്ഞാൽ അവരുടെ മുമ്പിൽ എന്തെങ്കിലും കാണിച്ചാൽ അവർ കാണും, അല്ലെങ്കിൽ കാണുകയില്ല. എന്നാൽ അല്ലാഹു രാത്രിയും കാണുന്നുണ്ട്, പകലും കാണുന്നുണ്ട്. ഒറ്റയ്ക്കുള്ള പ്രവർത്തനങ്ങളും കാണുന്നുണ്ട്, ഒരുമിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളും കാണുന്നുണ്ട്. يستخفون من الناس ولا يستخفون من الله وهو معهم إذ يبيتون ما لا يرضى من القول. കാരണം അവർ പടച്ചവന് ഇഷ്ടമില്ലാത്ത വാചകം രാത്രി രഹസ്യമായി പറയുന്നു. എന്താണെങ്കിലും നമ്മുടെ കുടുംബക്കാരനെ രക്ഷിക്കണം, അയാൾ തെറ്റുകാരനാണെങ്കിലും അയാളെ രക്ഷിക്കണം എന്നെല്ലാം പടച്ചവന് ഇഷ്ടമില്ലാത്ത വാക്ക് അവർ പറയുന്നു. وَكَانَ اللَّهُ بِمَا يَعْمَلُونَ مُحِيطًا. അവർ പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളും അല്ലാഹു അറിയുന്നുണ്ട്. അവരുടെ മുഴുവൻ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കാൻ അല്ലാഹുവിന് കഴിവുണ്ട്. അവരുടെ എല്ലാ കാര്യങ്ങളും പടച്ചവൻ അറിയുന്നവനാണ്. വീണ്ടും കടുപ്പത്തിൽ ഹാ അൻതും ഹൗലാഇ ജാദൽതും അൻഹും ഫിൽ ഹയാത്തിദ് ദുനിയാ. അറിയുക, നിങ്ങൾ ഭൗതിക കാര്യങ്ങളിൽ, ഭൗതിക ലോകത്ത് വെച്ച് നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടിയും കുടുംബക്കാർക്ക് വേണ്ടിയും ബാധിക്കുന്നു. فمن يجادل الله عنهم يوم القيامة أمن يكون عليهم وكيلا. നാളെ ഖിയാമത്ത് നാളിൽ വാദിക്കാൻ കാണുമോ? ഭയങ്കരമായ ചോദ്യം. ആരെങ്കിലും തിന്മ കാണിച്ചു, അവരുടെ തിന്മ മറച്ചു വെക്കാൻ ഈ ലോകത്ത് നിങ്ങൾ വാദങ്ങൾ നടത്തുന്നു, നാളെ ആഖിറത്തിൽ ആ വാദങ്ങൾ നടത്താൻ ആരെങ്കിലും കാണുമോ? فمن يجادل الله عنهم يوم القيامة أمن يكون عليهم وكيلا. അല്ലെങ്കിൽ പടച്ചവന്റെ അരികിൽ നാളെ ആഖിറത്തിൽ അവരുടെ കാര്യങ്ങൾ ഏൽക്കാൻ ആരെങ്കിലും കാണുമോ? ഇന്ന് അങ്ങനെ ചെയ്തോ, ഇങ്ങനെ ചെയ്തോ എന്നെല്ലാം നിങ്ങൾ പറയുന്നു, എന്നിട്ട് ന്യായീകരണങ്ങളും വ്യാഖ്യാനങ്ങളെല്ലാം നടത്തുന്നു. നാളെ എന്തെങ്കിലും ന്യായീകരണങ്ങളും വ്യാഖ്യാനങ്ങളും നിങ്ങൾക്ക് നടത്താൻ സാധിക്കുമോ? ഒന്നും പറ്റുകയില്ല. അതുകൊണ്ട് ജനങ്ങൾ കാണുന്നു എന്നതിനേക്കാൾ കൂടുതലായി അല്ലാഹു കാണുന്നു എന്ന ചിന്ത വേണം. ഈ ചിന്തയിലൂടെ ജീവിതം നന്നാകും. ഇസ്ലാമിക ലോകത്ത് സുവർണ അധ്യായത്തിന് കാരണമായ ഒരു വ്യക്തിയാണ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ പരമ്പരയിൽ ഒരു സംഭവം ഇപ്രകാരം പറയുന്നു. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരു രാത്രിയിൽ നടക്കുകയാണ്, ആളുകൾ അവസ്ഥയെല്ലാം നോക്കിക്കൊണ്ട്. ഒരു ഉമ്മയും മോളും കൂടി സംസാരിക്കുന്നു. ഉമ്മ, ഇന്ന് പാല് കുറച്ചാണ് കിട്ടിയിട്ടുള്ളത്, രാവിലെ 10 പേർക്ക് കൊടുക്കേണ്ടതുണ്ട്. പക്ഷേ കുറച്ചാണ് കിട്ടിയിരിക്കുന്നത്. മോളെ, പാലിൽ വെള്ളം ചേർക്കാൻ. ഇല്ല, പാലിൽ വെള്ളം ചേർക്കാൻ പാടില്ല എന്ന് ഖലീഫ ഉമറുൽ ഫാറൂഖിന്റെ നിർദ്ദേശമുണ്ട്. മഹാനവറുകൾ പറഞ്ഞു, സാധനങ്ങളിൽ കുഴപ്പമുണ്ടാക്കാൻ പാടില്ല. ഈ പാതിരാത്രി ഉമർ അവിടെ കേൾക്കാനാണ്, കാണാനാണ്. ഉമർ റളിയല്ലാഹു അൻഹു വീടിന്റെ പുറത്ത് നിൽപ്പുണ്ട്. ഉമ്മ പറയുന്നു, ഈ പാതിരാത്രി ഉമർ അവിടെ കാണാനാണ്, കേൾക്കാനാണ്. ഈ സമയത്ത് ആ പെൺകുട്ടി പറഞ്ഞു, അല്ലാഹു നമുക്കും ആ ഗുണം തരുമാറാകട്ടെ. ഉമർ കാണട്ടെ, കാണാതിരിക്കട്ടെ, കേൾക്കട്ടെ, കേൾക്കാതിരിക്കട്ടെ, ഉമറിന്റെ ഉടമസ്ഥനായ അല്ലാഹു കാണുന്നുണ്ടല്ലോ, അറിയുന്നുണ്ടല്ലോ. അത് ശരിയാണ്. നമ്മളുടെ ഈമാൻ മറ്റുള്ളവരിലും കൂടി പ്രസരിക്കും. അത് ശരിയാണ്.
അടുത്ത ദിവസം രാവിലെ അവർ കേൾക്കുന്നു, ഉമർ റളിയല്ലാഹു തആല അൻഹു ഈ പെൺകുട്ടിക്ക് തന്റെ മകനെ വിവാഹാലോചന നടത്തുന്നു. അങ്ങനെ അവരുടെ വിവാഹം നടന്നു. ഈ പരമ്പരയിലാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി ഉദയം ചെയ്തത്. അല്ലാഹു കാണുന്നുണ്ട്. ഇന്ന് നമുക്ക് കുറഞ്ഞു പോകുന്നു. ഒരാളൊരു കൂട്ടുകാരനോട് ഒരു പാപം ചെയ്യാൻ പറഞ്ഞു. പാപമൊന്നും ചെയ്യും, ആൾക്കാരൊക്കെ കാണുമല്ലോ. എന്നാ പിന്നെ വാതിലൊക്കെ അടയ്ക്കാൻ പറഞ്ഞു. വാതിലൊക്കെ അടച്ചു. എന്നിട്ട് പറഞ്ഞു, ഒരു വാതിൽ അടയ്ക്കാൻ പറ്റുന്നില്ല. ഏത് വാതില? അള്ളാഹു കാണുന്നതായ വാതിൽ അടയ്ക്കാൻ പറ്റുന്നില്ല. അവർ രണ്ടുപേരും പാപത്തിൽ നിന്ന് പിന്മാറി. يستخفون من الناس ولا يستخفون من الله وهو معهم. ജനങ്ങളോട് മറയ്ക്കുന്നവർ, ജനങ്ങളോട് ലജ്ജിക്കുന്നവർ, അടുത്ത് തന്നെയുള്ള അല്ലാഹുവിൽ നിന്ന് മറയ്ക്കുന്നില്ലല്ലോ, ലജ്ജിക്കുന്നില്ലല്ലോ. إذ يبيتون ما لا يرضى من القول. പടച്ചവൻ ഇഷ്ടപ്പെടാത്ത വാക്കുകളെല്ലാം പറയുന്നു. وكان الله بما يعملون محيطا. ها أنتم هؤلاء جادلتم عنهم في الحياة الدنيا فمن يجادل الله عنهم يوم القيامة أم من يكون عليهم وكيلا. ഈ ലോകത്ത് വാദിക്കലല്ല വിഷയം, നാളെ പരലോകത്ത് വാദിക്കലാണ് വിഷയം. ഈ ലോകത്ത് തെറ്റായ വാദം നടത്തിയവർ നാളെ പരലോകത്തവർക്ക് ആർക്കും അനുകൂലമായി വാദിക്കാൻ സാധിക്കുന്നതല്ല. എന്നാൽ ഈ ലോകത്ത് സത്യത്തിൽ ഉറച്ചു നിന്നു അവർക്ക് നാളെ പരലോകത്തിൽ നല്ലവർക്ക് വേണ്ടി വാദിക്കാൻ സാധിക്കും. പരിശുദ്ധ ഖുർആനിന്റെ ഹാഫിദീങ്ങൾ, നല്ല പണ്ഡിതന്മാർ, നല്ല ഗുണമുള്ളവർ, അവർ മറ്റുള്ളവർക്ക് വേണ്ടി പടച്ചവനോട് ശുപാർശ ചെയ്യുന്നതാണ്. അള്ളാഹു നമുക്ക് നല്ല ഗുണങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.